ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി തേങ്ങയുടെ മുകളിലിരിക്കുന്ന ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ വളരെ ചെറുതായിട്ടുള്ള ഒരെണ്ണവും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലെല്ലാം യെല്ലോ കളർ അപ്ലൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇരുവശത്തും യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. യെല്ലോ എല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ എല്ലാം നടുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യുന്നു. ഈ റെഡിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗത്ത് ഗോൾഡൻ യെല്ലോ കൊണ്ടൊരു ഷെയ്ഡിങ്ങും കൊടുക്കുന്നുണ്ട്. ചെറിയ ന്യൂസ് പേപ്പർ ഷീറ്റുകൾ ഇങ്ങനെ നീളത്തിൽ ചുരുട്ടി ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെയുള്ള 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തെടുക്കാം. അധികം കട്ടിയില്ലാത്ത കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇവയിലുമെല്ലാം ഗ്രീൻ കളർ അപ്ലൈ ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാദ്യം യെല്ലോ ഓക്കർ കളർ അപ്ലൈ ചെയ്തെടുക്കണം. ഡ്രൈ ആയതിനു ശേഷം ഡാർക്ക് ബ്രൗൺ കളർ കൊണ്ട് ഇതിലിങ്ങനെ വരച്ചെടുക്കണം. അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൽ ആദ്യം തന്നെ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സാപ്പ് ഗ്രീൻ കളർ കൂടി അപ്ലൈ ചെയ്തെടുക്കണം. ഇതിന് മുകളിലേക്ക് എമറാൾഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഞാനൊരു ത്രെഡ് ചുറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർക്കും ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പീസ് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഗ്രീൻ ട്യൂബുകളിൽ ഓരോന്നിലും ഫ്ലവറുകൾ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. തണ്ടിന് നീളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയണേ. ലീഫുകളുമെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇവയിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നീട് ഇവയൊക്കെ ഇളകിപ്പോവും. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.